പ്രിയപ്പെട്ട കുട്ടികളെ, 8ാമത്തെ ചാപ്റ്റർ ഫോക്കസ് ഏരിയ മാത്രം നമുക്ക് പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്തെടുക്കാം. നമുക്ക് പഠിക്കാനുള്ളത് രാസപരിണാമ സിദ്ധാന്തം. ആദിമ ഭൂമിയിലെ സവിശേഷ സാഹചര്യങ്ങളിൽ സമുദ്രജലത്തിലെ രാസവസ്തുക്കൾക്കുണ്ടായ മാറ്റങ്ങളുടെ ഫലമായി ജീവൻ ഉത്ഭവിച്ചു എന്ന പരികല്പനയാണ് രാസപരിണാമ സിദ്ധാന്തമായി മാറിയത്. പരീക്ഷണ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ശാസ്ത്രലോകം രാസപരിണാമ സിദ്ധാന്തത്തിന് സ്വീകാര്യത നൽകുന്നത്. എ ഒപ്പാരിൻ, JBS ഹാൽഡേൻ എന്നീ ശാസ്ത്രജ്ഞന്മാരാണ് രാസപരിണാമ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാക്കൾ. ആദിമ ഭൂമിയിലെ അന്തരീക്ഷത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. ഹൈഡ്രജൻ, നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ, അമോണിയ, നീരാവി, ഹൈഡ്രജൻ സൾഫൈഡ് തുടങ്ങിയ വാതകങ്ങൾ ആദിമ ഭൂമിയിലുണ്ടായിരുന്നു. എന്നാൽ സ്വതന്ത്ര ഓക്സിജൻ ആദിമ ഭൂമിയിൽ ഇല്ലായിരുന്നു. ആദിമ ഭൂമിയിലെ ഊർജ്ജ സ്രോതസ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇടിമിന്നൽ, അൾട്രാവയലറ്റ് വികിരണങ്ങൾ, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ. ഈ സമയത്ത് അന്തരീക്ഷത്തിലെ നീരാവി ഘനീഭവിച്ച് ഏറെക്കാലം നീണ്ടു നിൽക്കുന്ന മഴയോടുകൂടെ സമുദ്രങ്ങൾ രൂപം കൊണ്ടു. സമുദ്രത്തിലേക്ക് എല്ലായിടത്തുനിന്നും കണികകൾ ഒഴുകിച്ചേർന്നു. സമുദ്രം ഒരു രാസപരീക്ഷണശാലയായി മാറി. സമുദ്രത്തിൽ വിവിധ കണികകൾ കൂടിച്ചേർന്ന് ലഘു ജൈവ കണികകൾ രൂപം കൊണ്ടു. അമിനോ ആസിഡുകൾ, മോണോസാക്കറൈഡ്, നൈട്രജൻ ബേസുകൾ, ഫാറ്റി ആസിഡുകൾ മുതലായവയായിരുന്നു ആ ലഘു ജൈവകണികകൾ. ലഘു ജൈവകണികകൾ കൂടിച്ചേർന്ന് സങ്കീർണ ജൈവകണികകളായിട്ട് മാറി. പ്രോട്ടീൻ, പോളിസാക്കറൈഡ്, ന്യൂക്ലിയോടൈഡുകൾ, കൊഴുപ്പുകൾ മുതലായവയായിരുന്നു അവ. ലഘു ജൈവകണികകളായ ന്യൂക്ലിക് ആസിഡുകൾ സങ്കീർണ ജൈവകണികകളായ കൊഴുപ്പ് ആവരണവുമായി കൂടിച്ചേർന്നിട്ടാണ് ആദിമകോശം ഉണ്ടായത്. ആദിമകോശം രൂപപ്പെട്ടത് ഇങ്ങനെയാണ്. Hypothesis that evolved in the theory of chemical evolution is that life originated as a result of the changes that occurred in the chemical substances in seawater under specific conditions in primitive Earth. This theory is generally accepted by the scientific world due to its experimental evidence. Oparin and Haldane are the proponents of this theory. In the atmosphere of primitive Earth, gases like hydrogen, nitrogen, carbon dioxide, methane, ammonia, water vapor, hydrogen sulfide, etc. are present, but there is no free oxygen. The source of energies are thunder and lightning, ultraviolet radiation, volcanic eruptions, etc. The condensation of water vapor present in the atmosphere and the resulting incessant rain led to the formation of oceans. In ocean, simple organic molecules are formed. They are amino acids, monosaccharides, nitrogen bases, fatty acids, etc. From these simple organic compounds, complex organic molecules are formed in the ocean. They are protein, polysaccharides, nucleotides, lipids, etc. The nucleic acid and the lipid layer join together and form the primitive cell. ഫോക്കസ് ഏരിയയിൽ ഇല്ലെങ്കിൽ പോലും ഫോക്കസ് ഏരിയയിൽ നിന്ന് വെളിയിൽ നിന്ന് ചോദിക്കാവുന്ന ചോദ്യങ്ങൾക്ക് പ്രധാനമർഹിക്കുന്ന ഒരു പാഠഭാഗമാണ് ഈ യൂറേ മില്ലർ പരീക്ഷണം. രാസപരിണാമ സിദ്ധാന്തം ശാസ്ത്രം അംഗീകരിക്കുന്നത് യൂറയുടെയും മില്ലറിൻ്റെയും ഈ പരീക്ഷണത്തിലൂടെയാണ്. ഇതൊന്ന് നോക്കി വയ്ക്കുക. ആദിമഭൂമിയിലെ അതേ സാഹചര്യങ്ങൾ അവർ ലാബിൽ സൃഷ്ടിച്ചുകൊണ്ട് അമിനോ ആസിഡിനെ നിർമ്മിച്ചെടുത്തു. അതായത് ഫ്ലാസ്കിൽ ആദിമഭൂമിയിലുണ്ടായിരുന്ന വാതകങ്ങൾ എടുത്തു, വൈദ്യുതോർജ്ജം കടത്തിവിട്ടു, കണ്ടൻസർ വെച്ചിട്ട് അത് വാട്ടർ വേപ്പറിനെ തണുപ്പിച്ചു. അങ്ങനെ അമിനോ ആസിഡുകളെ അവരെ അവക്ഷിപ്തപ്പെടുത്തിയെടുത്തു. ഈ പരീക്ഷണമാണ് രാസപരിണാമ സിദ്ധാന്തത്തിന് തെളിവ് നൽകുന്നത്. ഇതൊന്ന് നോക്കി വയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാൻ പോകുന്നത് ഡാർവിൻ്റെ പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തമാണ്. ഡാർവിൻ്റെ പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം. HMS ബീഗിൾ എന്നൊരു കപ്പലിലാണ് അദ്ദേഹം ഗാലപ്പോസ് ദ്വീപുകളിൽ നടത്തിയ യാത്രകളുടെ അന്ത്യത്തിലാണ് ഇങ്ങനൊരു തിയറി അദ്ദേഹം രൂപീകരിക്കുന്നത്. ജീവിവർഗ ഉൽപ്പത്തി, പ്രകൃതി നിർദ്ധാരണം വഴിയുള്ള ജീവിവർഗ ഉൽപ്പത്തി എന്നതാണ് അദ്ദേഹത്തിൻ്റെ ബുക്ക്. ഒറിജിൻ ഓഫ് സ്പീഷീസ് ബൈ മീൻസ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ. അതും ഒന്ന് ഓർമ്മയിൽ വെച്ചിരിക്കുക. ഡാർവിൻ എഴുതിയ ബുക്ക്. ഗാലപ്പോസ് ദ്വീപിലെ കുരുവികളുള്ള വൈവിധ്യമാണ് അദ്ദേഹത്തിനെ ശ്രദ്ധയാകർഷിച്ചത്. അതുപോലെ തന്നെ അദ്ദേഹത്തെ സ്വാധീനിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് റോബർട്ട് മാൽത്യൂസ്. അതും ഒന്ന് ഓർമ്മയിൽ വെച്ചേക്കുക. ഗാലപ്പോസ് ദ്വീപ് സമുദ്രത്തിൽ കാണുന്ന കുരുവികളുടെ വ്യത്യസ്തമായ കൊക്കുകൾ. അതുപോലെ മനുഷ്യ ജനസംഖ്യ വർദ്ധിക്കുന്നതിന് ആനുപാതികമായി ഭക്ഷ്യോൽപാദനം വർദ്ധിക്കുന്നില്ല
ഇത് ഭക്ഷ്യദൗർലഭ്യവും രോഗവും പട്ടിണിയും അതിജീവനത്തിലുള്ള മത്സരം ഉണ്ടാക്കുന്നു എന്ന് തോമസ് റോബർട്ട് മാത്യൂസ് ചൂണ്ടിക്കാട്ടി. ഈ തിയറിയാണ് പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തത്തിലേക്ക് ഡാർവിനെ സ്വാധീനിച്ചത് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ വിവിധ വ്യതിയാനങ്ങളുള്ള ജീവികൾ അവരെ അമിതോൽപാദനം വഴി നിലനിൽക്കാൻ സാധ്യതയുള്ളതിലും കൂടുതൽ ജീവികളെ ഉൽപ്പാദിപ്പിക്കുന്നു. ഇവയെല്ലാം തമ്മിൽ ഭക്ഷണത്തിനും വസ്ത്രത്തിനും ഇണയ്ക്കും എല്ലാം വേണ്ടിയിട്ട് ഒരു മത്സരം നടക്കുന്നു. ഇതിനെയാണ് നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരം എന്ന് പറയുന്നത്. അതേപോലെ ഈ പ്രകൃതിയിൽ ഇതെല്ലാം നടക്കുമ്പോൾ തന്നെ ജീവികൾക്ക് വ്യതിയാനങ്ങളും സംഭവിക്കുന്നുണ്ട്. ചില വ്യതിയാനങ്ങൾ അനുകൂലമായവയാണ്, ചില വ്യതിയാനങ്ങൾ അനുകൂലമല്ലാത്തവയാണ്. അനുകൂലമല്ലാത്ത വ്യതിയാനങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് ജീവിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വ്യതിയാനങ്ങൾ. അങ്ങനെയുള്ള ജീവികൾ നശിച്ചു പോകുന്നു. എന്നാൽ അനുകൂല വ്യതിയാനങ്ങളുള്ളവ പ്രകൃതി നിർദ്ധാരണം വഴി നിലനിൽക്കുന്നു. അതായത് പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് ജീവിക്കാൻ പറ്റുന്ന വ്യതിയാനങ്ങളുള്ള ജീവികൾ മാത്രം പ്രകൃതിയിൽ നിലനിൽക്കുന്നു. ഇങ്ങനെയുള്ള ഈ അനുകൂല വ്യതിയാനങ്ങൾ അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യുന്നു. തലമുറകളായിട്ട് ലഭിക്കുന്ന വ്യതിയാനങ്ങളുടെ സഞ്ചയമാണ് പുതിയ ജീവികളുടെ ഉത്ഭവത്തിലേക്ക് വഴിതെളിക്കുന്നത്. അനുകൂല വ്യതിയാനമുള്ള ജീവികൾ പ്രകൃതിയിൽ നിലനിൽക്കുന്നു. അവയ്ക്ക് മാത്രമാണ് പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് ജീവിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ പ്രകൃതി നിർദ്ധാരണത്തിലൂടെ അവ പ്രകൃതി നിലനിൽക്കുന്നു. ഇങ്ങനെയുള്ള അനുകൂല വ്യതിയാനങ്ങൾ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും അങ്ങനെ തലമുറകളായി ലഭിക്കുന്ന എല്ലാ വ്യതിയാനങ്ങളുടെയും കൂടെ കൂട്ടം അല്ലെങ്കിൽ ഒരു ജീവിവർഗത്തിൽ വന്ന് ഒരു സ്പീഷീസിൽ വന്ന് നിറയുമ്പോഴാണ് ഒരു പുതിയ ജീവിവർഗമായിട്ട് നമുക്ക് തോന്നുന്നത്. ഓരോ ജീവിവർഗവും നിലനിൽക്കാനാകുന്നതിലും കൂടുതൽ സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അവ ഭക്ഷണത്തിനും വാസസ്ഥാനത്തിനും ഇണയ്ക്കും വേണ്ടി മത്സരിക്കും. ജീവികളുടെ എണ്ണം കൂടുതലും വിഭവങ്ങൾ കുറവുമാവുന്ന സാഹചര്യത്തിൽ ഈ മത്സരം കൂടുതൽ കടുത്തതാകും. ജീവികളിൽ നിരവധി വ്യതിയാനങ്ങൾ പ്രകടമാണ്. ഇത്തരം വ്യതിയാനങ്ങൾ അനുകൂലമായതോ അല്ലാത്തതോ ആകാം. നിലനിൽപ്പിന് വേണ്ടിയുള്ള മത്സരത്തിൽ അനുകൂല വ്യതിയാനങ്ങളുള്ളവ നിലനിൽക്കുകയും അല്ലാത്തവ നശിക്കുകയും ചെയ്യുന്നു. തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെടുകയും വ്യത്യസ്ത രീതിയിൽ ആവർത്തിക്കുകയും ചെയ്യുന്ന വ്യതിയാനങ്ങൾ മുൻഗാമികളിൽ നിന്ന് വ്യത്യസ്തമായ ജീവജാതികളെ രൂപപ്പെടുത്തുന്നു. ആദ്യമുണ്ടായ ജീവികളിൽ നിന്ന് ആ വ്യത്യാസം ഉണ്ടായിരിക്കും. കാരണം ഓരോ തലമുറ കഴിയുന്തോറും ഓരോരോ മാറ്റങ്ങൾ വന്ന് പിന്നീട് വരുന്ന തലമുറയ്ക്ക് ആദ്യം ഉണ്ടായിരുന്ന തലമുറയിൽ നിന്ന് വളരെ വ്യത്യാസമായിരിക്കും. അങ്ങനെയാണ് പുതിയ ജീവിവർഗങ്ങൾ രൂപപ്പെടുന്നത്. ഇതാണ് പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ചാൾസ് ഡാർവിനാണ് പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്. ജീവികളിൽ നിരന്തരം വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നു എന്ന് തിരിച്ചറിയാൻ മാത്രമേ ഡാർവിന് സാധിച്ചുള്ളൂ. അതെന്തുകൊണ്ടെന്ന് വിശദീകരിക്കാൻ ചാൾസ് ഡാർവിന് കഴിഞ്ഞില്ല. അതൊരു പോരായ്മയാണ്. കാരണം ജീൻ, ക്രോമസോം എന്നിവയെപ്പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ കാലയളവിൽ അറിവുണ്ടായിരുന്നില്ല എന്നതാണ് അതിൻ്റെ ഒരു കാരണം. ജനിതകശാസ്ത്രം, കോശവിജ്ഞാനീയം, ഭൗമശാസ്ത്രം, ഫോസിൽ പഠനം എന്നീ മേഖലകളിലെ കണ്ടെത്തലുകൾ കൂടിച്ചേർന്ന് ഡാർവിനിസത്തെ പരിഷ്കരിച്ച് ഡാർവിന് ശേഷമുണ്ടായ അറിവുകൾ കൂട്ടിച്ചേർത്ത് പുതുക്കി രൂപപ്പെടുത്തിയതാണ് നിയോ ഡാർവിനിസം. ഓർഗാനിസംസ് വിത്ത് വേരിയേഷൻസ്. എവറി സ്പീഷീസ് പ്രൊഡ്യൂസ് മോർ നമ്പർ ഓഫ് ഓഫ്സ്പ്രിങ്സ് ദാൻ ദാറ്റ് ക്യാൻ സർവൈവ് ഓൺ എർത്ത്. ഓവർ പ്രൊഡക്ഷൻ. They compete with one another for food, space and mates. That is called struggle for existence. Many variations are visible in organisms. These variations may be favorable or unfavorable. Those with favorable variations survive in the struggle for existence. Others are eliminated. Variations that are inherited through generations and repeated differently help to form species that are different from their ancestors. This type of selection done by nature leads to diversity of species that we see around us. This is the explanation of Darwin's theory, which is known as the theory of natural selection. Darwin identified that continuous variations occurred in organisms, but he could not explain the reasons for these variations because during his period, there was no idea regarding genes, chromosomes, etc. Darwinism was received in the light of new information from the field of genetics, cytology, geology, and paleontology. This modified version of Darwinism is known as Neo-Darwinism. Thank you. Best wishes for everyone.